പത്മ പുരസ്കാര നിറവിൽ നിൽക്കുന്ന ഒ രാജഗോപാലിന് പല കോണുകളിൽ നിന്നും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അഭിനന്ദനങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ അഭിനന്ദിക്കാൻ സംസ്ഥാന BJPക്ക് ഒരു മടി. പത്മശ്രീ നേടിയ മലയാളികളുടെ ചിത്രങ്ങളുമായി BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ തന്നെ പോസ്റ്റ് എത്തി. പക്ഷേ പത്മഭൂഷൺ നേടിയ രാജഗോപാൽ അടക്കമുള്ളവർക്ക് പോസ്റ്റുമില്ല, കയ്യടിയുമില്ല. വിമർശനമുയർന്നതോടെ ഇന്ന് രാവിലെ രാജഗോപാലിനായും പോസ്റ്റ് വന്നു. നേതാക്കളിൽ മിക്കവരും രാജഗോപാലിനെ വിട്ടു. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് രാവിലെ രാജഗോപാലിന്റെയും ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അഭിനന്ദന പോസ്റ്റ് ഇട്ടു. പക്ഷേ അണികൾ അതൃപ്തരാണ്. തരൂരിനെ പുകഴ്ത്തുന്നതിനാണോ പത്മ പുരസ്കാരം കൊടുത്തത് എന്നതാണ് പ്രധാന ചോദ്യം. അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന തരൂരിനെ തിരുവനന്തപുരംകാർ അംഗീകരിച്ചെന്നും അടുത്ത കാലത്തൊന്നും തരൂരിനെ തോൽപ്പിക്കാനാകില്ലെന്നും രാജഗോപാൽ പറഞ്ഞിരുന്നു. ഇതോടെ അനുഭാവികളുടെ രോക്ഷം അണപൊട്ടി. സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവ് എന്ന പരിഗണനയൊന്നും കിട്ടിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിച്ചു. കഴിഞ്ഞ കുറെ കാലമായി രാജഗോപാലിനോട് അത്ര രസത്തിലല്ല BJP നേതൃത്വവും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ P. ശ്രീരാമകൃഷ്ണൻ വോട്ട് ചെയ്തതും നേമത്ത് കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ K. മുരളീധരൻ ജയിക്കുമെന്ന് പറഞ്ഞതും BJP ബഹിഷ്കരിച്ച കേരളീയം പരിപാടിയിൽ പങ്കെടുത്തതുമൊക്കെയാണ് നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെ അതൃപ്തി ഉണ്ടാക്കിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.